സോ ഹേ ഗൈസ്, നൗലിൻ ഹിയർ. ഇന്ന് നമ്മൾ രാവിലെ കോതമംഗലത്ത് മ്യൂസിക് ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണം. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി നമ്മുടെ നൃത്താഞ്ജലിയിലെ കുട്ടികൾക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലീവ് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു നമുക്ക് അവധി കിട്ടിയ ദിവസം ആയതുകൊണ്ട് ഒരു ദിവസം എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാം എന്ന് വിചാരിച്ചു. മ്യൂസിക് ക്ലാസ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് ഇവർ പറയണം. അതുകൊണ്ട് അച്ഛയും അമ്മയും ഉണ്ണി എല്ലാവരും ഉണ്ട് ഇവിടെ. വേണ്ടേ ഉണ്ണിയുടെ ഇതെന്നാ മഞ്ഞ ക്രോക്സ് ഒക്കെ എഴുതേ എന്താ പറയുക ഇങ്ങനെ വരല്ലേ ഇവിടെ തയ്യാറാവണേ. ഇത് നോക്കി അവന്റെ കാര്യം കിടക്കണ നോക്കി. ഓക്കെ ഗൈസ്, നമ്മളാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോൺ ചേട്ടാ കൊടുക്കാം. കുറേ സാധനമൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ ഇറക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗൈസ്. നമ്മുടെ നൃത്താഞ്ജലി ഇറക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഉണ്ണിക്ക് ഇരിക്കാൻ പറ്റാതെ. കാണാവോ ക്യാമറമാൻ? നമുക്ക് പോവാം. നമ്മൾ നേരെ നൃത്താഞ്ജലി പോയിട്ട് കുറച്ച് സാധനങ്ങൾ ബാംഗ്ലൂരായിട്ട് കൊണ്ടുപോയ ആളുകൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഒന്ന് മേടിച്ചു വെക്കേണ്ടതിൻ്റെ ഒരു ചെറിയ ഡിലേയും കൂടി നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോതമംഗലത്തേക്കാണ് പോകുന്നത്. ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ കയറും, ഇവർ അതിൻ്റെ ഇടയിൽ എങ്ങോട്ടെങ്കിലും പോകുമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് മ്യൂസിക് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ട്രിപ്പിലെ പ്രധാന കാര്യങ്ങളെല്ലാം പോകുന്നതായിരിക്കും. നമ്മുടെ വീടിൻ്റെ ആ വഴിക്കുള്ള വഴികളും സ്റ്റേറ്റ് ഹൈവേ ആക്കി ഗൈസ്. കേരളത്തിലെ എല്ലാ റോഡുകളും ഇതുപോലെ തന്നെ മെച്ചപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റോഡും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മള് നൃത്താഞ്ജലി എത്തിയിട്ടുണ്ട് മങ്ങാട്ടുകാവിലെ. എന്നിട്ട് ഇവിടെ ആണ് കസ്റ്റമർ റിട്ടേൺ തരാൻ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആ സാധനങ്ങൾ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി തൊടുപുഴയിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ബാക്കിലിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ തൊടുപുഴയിലെ നമ്മുടെ ഷോപ്പിലാണ് കൊണ്ടുവന്ന് മാറ്റി വെക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിതേ മങ്ങാട്ടുകാവിലെ നമ്മുടെ ഷോപ്പിൻ്റെ താഴെ തന്നെ ഉള്ളത്. ഇത് നമ്മുടെ നൃത്താഞ്ജലിയിലുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആകാശം ഗൈസ്. നോക്കൂ, നമ്മുടെ മങ്ങാട്ടുകാവില പ്രൈവറ്റ് സ്റ്റാൻഡാണ് കേട്ടോ അതാ കാണുന്നത് അവിടെ. ഗൈസ്, നമ്മൾ നോക്കിയിരുന്ന് മടുത്തു ഗൈസ്. അച്ഛനമ്മയും വരണം, വന്നിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ചിലപ്പോൾ ക്ലാസ്സിൽ കയറാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു, കാരണം ഭയങ്കരമായിട്ട് ലേറ്റായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇന്ന സ്ഥലങ്ങൾ പറയാത്തത് പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെ പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകാം. പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, അങ്ങനെ അവർ വന്നു ഗൈസ്. ഇനിയിപ്പോൾ നമ്മളിവിടെ നേരെ നമ്മുടെ തൊടുപുഴയിലെ നൃത്താഞ്ജലിയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത്. അതങ്ങനെയാണോ? അപ്പൊ തൊളതൊളയുള്ളതാണ്. അല്ല, തൊളതൊളയുള്ള സംഭവിച്ചു. സൈഡ് ക്രോക്സിനെയാണ് സൈഡും തൊളയുള്ള ക്രോക്സ് ആണ്. നമ്മളിപ്പോ നമ്മുടെ തൊടുപുഴയിലെ നൃത്താഞ്ജലിയിൽ എത്തിയിട്ടുണ്ട്. വെയിറ്റ് കൂടുതലായതുകൊണ്ട് സാധനങ്ങളെല്ലാം ഇരിക്കല്ലേ. ഈ സാധനങ്ങളെല്ലാം ഇനി ഇതേ നമ്മൾ ഇവിടെ പോവുകയാണ്. ഇവിടെ തിരിച്ചു സാധനങ്ങൾ ഇവിടെ ഇറക്കാൻ പോകണം. നോക്കാം, സാധനങ്ങളെല്ലാം ഇറക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുള്ളൂ. നൃത്താഞ്ജലി ഷട്ടർ ഇറക്കണം കുട്ടാ. ഏതാ കോളേജിലെ പിള്ളേർക്ക് ഈ ഷെയ്ഡ് സാരി നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ മത്സരത്തിന് ഞങ്ങൾ ഗ്രൂപ്പ് സോങ് ഇന്ത്യയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സാരിയാണ് കേട്ടോ. അനു അനീന
ദിസ് ഈസ് അവർ ഷോപ്പ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇറക്കി വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിക്കുകയാണ്. ഇതാണ്ട നമ്മുടെ കാർ പാർക്കിംഗ് നിർത്താഞ്ജലിയുടെ. നമുക്ക് പോയിട്ട് വണ്ടിയൊക്കെ തിരിച്ചിട്ട് വരാം. അപ്പോൾ ഇതിന് അച്ഛനും അമ്മയും പൂട്ടി ഇറങ്ങും. ഇവിടെ പൂട്ടാണ്. ഓക്കെ, അവർ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. പണിക്കാരൻ പണിയെടുക്കുന്നു ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ തൊടുപുഴയിലെ മാർക്കറ്റ് കേട്ടോ. മാർക്കറ്റ് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഇത് നേരെ ചെന്ന് കയറുന്നത് ഗാന്ധി സ്ക്വയറിലേട്ടാണ്. ഇവിടെയാണോ പഴയ പുളിമുട്ടിക്കവല എന്ന് പറയുന്നത്? അതല്ലേ. മാർക്കറ്റ് റോഡിൽ കൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പഴയ പുളിമുട്ടിക്കവല എന്നാണ് ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഏത് ഇതാണ് നമ്മുടെ ഗാന്ധി സ്ക്വയർ കേട്ടോ തൊടുപുഴയിലെ. നമ്മൾ ലെഫ്റ്റാ പോകുന്നത്. നമ്മള് പുഴയോരം സ്ഥലത്തേക്ക് പുഴയോരം വഴി കൂടെ ആട്ടോ പോകുന്നത്. റിവർ വ്യൂ കൂടിയിട്ടാണ് നമ്മള് അങ്ങോട്ടേക്ക് മൂവാറ്റുപുഴ പോകാൻ പോകുന്നത്. കോതമംഗലം. ആ മൂവാറ്റുപുഴ കോതമംഗലം. കോതമംഗലത്തെ എന്തിനാ പോണേ ഇനി? പോണോടാ ഇമ്മ. അത് പേര് മാറ്റാണോ അത് കൊടുത്താണോ? കൊടുത്തു സാധനം കൊടുത്തു. ക്രിസ്മസിന്റെ ആയിരുന്നല്ലോ. റിവർ വ്യൂ റോഡ് തൊടുപുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ 365 ദിവസവും ജലസമൃദ്ധമായ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് റിവർ വ്യൂ റോഡിന്റെ ചേർന്നുള്ള റിവർ തൊടുപുഴയാറ്. ഇതാണ് നമ്മൾ പറഞ്ഞ റിവർ വ്യൂ റോഡ്. നമ്മളാണെങ്കിൽ ഇതിൽ കൂടെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ ഓൾഡ് മങ്ക് ഇരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടെ വന്ന് ഇടയ്ക്ക് ഫുഡ് കഴിക്കാറുണ്ട്. നമ്മുടെ റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ മിക്കപ്പോഴും തന്നെ വരുന്നൊരു സ്ഥലം കൂടിയാണ്. നല്ല അടിപൊളി റോഡാണ്. ഇടയ്ക്ക് ചുമ്മാ ഞങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഈ വഴിക്കൊക്കെ വരും, കൂട്ടുകാരൊക്കെ കൂടി ഉണ്ണിയുടെ കൂടെയൊക്കെ. തൊടുപുഴയിലെ ഏറ്റവും മനോഹരമായ ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തുന്ന ഒരു വഴി കൂടിയാണിത്. ഈ വണ്ടികളൊക്കെ ആളുകൾ ഈ വഴി കൂടെ ഇറങ്ങാൻ കഴിച്ചു താഴത്തോട്ട്. അപ്പോൾ അവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതാണ്. എപ്പോഴും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ആളുകൾ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര രാവിലെ ഓണാമൻ റണ്ണിങ് സ്ഥലമൊക്കെയാണ്. എപ്പോഴും തന്നെ ആളുകളുണ്ടാവും. പിന്നെ കണ്ടിരിക്കാനും ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മളെപ്പോലെ ഒരു വണ്ടി. ഏതാ? ചില്ലി പൗഡർ ഫാക്ടറി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില്ലി പൗഡർ ഫാക്ടറികളിലൊന്നാണ് ബ്രാഹ്മിൻസ്. അത് ഇവിടെയാണോ? അത് ഫാക്ടറിയാണോ? ഫാക്ടറി അല്ല, അതിന്റെ ആസ്ഥാനം ഇവിടെയാണ്. ഫാക്ടറിയുടെ തൊട്ട് ബാക്കിലാണ് ബ്രാഹ്മിൻസിന്റെ ഔട്ട്ലെറ്റ്, ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. അവിടെ ഇല്ലില്ല നമ്മള് പറഞ്ഞേ ഓൾഡ് മങ്ക് കേട്ടാ. നമ്മള് എപ്പോഴും വൈകിട്ട് വരാറുണ്ടെന്നൊക്കെ പറഞ്ഞ കെന്നിൽ പോയി നമ്മള് മുടി വെട്ടേക്കാം. നിന്റെ പോസ്റ്റർ ഇതാണ്. നീ ക്യാമറയുടെ അകത്ത് കൂടെ കാഴ്ചകൾ കാണാമല്ലോ. അപ്പോഴാണ് നിന്റെ വ്യൂ പോയിന്റിലെ ആളുകൾ കാണുന്നത്. മനസ്സിലായോ? റൈറ്റ് സൈഡിൽ കാണാൻ ബ്രാഹ്മിൻസ് കൊടുത്തൂലേ? ഇത് ഔട്ട്ലെറ്റ് ആണ്. ബാക്കിലാണ് ഫാക്ടറി. ഇതാണ് നമ്മുടെ ബ്രാഹ്മിൻസിന്റെ ഹെഡ് ഓഫീസ്. ഇവിടെയാണ് വരുന്നത്. മാനേജ്മെന്റ് മാറിയത്. ഇതാണ് തൊടുപുഴയിലെ UK യുണൈറ്റഡ് കേരള. അല്ല, അത് ഞങ്ങളുടെ പഴയ ഫ്രീ ഫയർ ഗിൽഡിന്റെ പേരാണ്. ഇത് വെങ്ങല്ലൂർ സിഗ്നൽ കേട്ടോ. നമ്മള് എന്നും പോകുന്ന വഴി കൂടെ അല്ല ഇന്ന് കോതമംഗലത്തിന് പോകുന്നത്. അച്ഛൻ കുമാരമംഗലം റൂട്ട് പോകാമെന്ന്. വണ്ടി സ്ഥലം ഒതുക്കി വേണേ ഞാൻ ഓടിച്ചോളാം. അച്ഛൻ ഓടിച്ചിട്ട് കിച്ച് വ്ളോഗ് എടുക്കണേ.
ഗായ്സ് നമ്മൾ വണ്ടി കൈമാറാൻ പോവുകയാണ്. വണ്ടിയല്ല, ഫോട്ടോഗ്രാഫ്. ക്യാമറമാൻ ശരിയല്ല, ഉണ്ണി പോയി. അയ്യാ എനിക്ക് അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല. ഇട്ടിട്ടുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഇട്ടിട്ട് അതിൽ കിടക്കരുത്. ഗിയറി പോകരുതെന്നുള്ള, ഗിയർ തട്ടി പോകുന്നുള്ളതല്ലേ, നോക്കിയാണ് ഗായ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പറേറ്റീവിന്റെ ലോ കോളേജ് അവിടെയാ, നമ്മുടെ കുമാരമംഗലം പാറ സ്കൂൾ ഓഫ് ലോ. നമ്മളവിടെ ഒരു 3 കൊല്ലം മുമ്പ് അവിടെ വന്നിരുന്നു. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ലോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. പക്ഷെ അന്ന് നടന്നില്ല. ഇപ്പൊ നമ്മള് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോ നമ്മള് ലോ ചെയ്യും. എന്നതാ പിള്ളേര് വന്നു, നിന്നോട് സംസാരിച്ചവര് വന്നു. ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ഇനി 3 വർഷം മതിയല്ലോ അവന് വേണമെങ്കിലോ പഠിക്കാൻ. ഡിഗ്രി കഴിഞ്ഞില്ലേലും അപ്പൊ 5 വർഷമല്ലേ സത്യം പറഞ്ഞാൽ അവർക്കല്ലേ ലാഭം. കാരണം അവർക്ക് 5 വർഷം മൊത്തം പഠിച്ചാൽ മതി. ഡിഗ്രി പഠിച്ചവർക്ക് 3 കൊല്ലം ഡിഗ്രി പഠിക്കണം, 3 കൊല്ലം ലോയും പഠിക്കണം. അല്ല, അത് ശരിയാണ്. അല്ല, നമുക്ക് ലോ എടുക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മള് 2 വർഷം പഠിച്ചാൽ മതി, കുഴപ്പമില്ല. 2 വർഷം പഠിച്ചാൽ മതി. അത് ശരിയാ. വക്കീലാവണമെന്നില്ലെങ്കിൽ നമ്മള് അതെ, അല്ല വക്കീലാവണമെന്നില്ലെങ്കിൽ നമ്മള് 2 കൊല്ലം പഠിച്ചാൽ മതി. അപ്പൊ 5 കൊല്ലം പഠിച്ചു എന്നുള്ള ഇതുമായി വക്കീലിന് സർട്ടിഫിക്കറ്റ് ആയില്ല. ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവരെ പറ്റിച്ചിട്ട് നമുക്ക് ആലപ്പുഴയിൽ ഇറങ്ങാലോ. ഗൈസ്, ഇതാണ് കുമാരമംഗലം സ്കൂള്. ഇവിടെയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ MKNMHSS മലയാറ്റിൽ കേശവൻ നായർ മെമ്മോറിയൽ. ഇവിടെയാണ് ഉണ്ണിക്കുട്ടനാണെങ്കിൽ പന്ത് കളിക്കാൻ വേണ്ടി വരുന്നത്. ഹാൻഡ്ബോൾ പ്ലെയർ ആണ് പുള്ളി. ഇതുപോലെ റിമൂവ് ഫ്രം പേപ്പർ കിട്ടുന്ന പറയാം. അടിപൊളി ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. റോഡിന്റെ സൈഡിൽ ആ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ കല്യാണിക്കലില് ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അക്കുഡേറ്ററിന്റെ താഴത്തായിട്ട് ചെറിയൊരു ഗാർഡൻ ഒക്കെ പോലെ. ഭയങ്കര രസമാണ്. വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. അങ്ങോട്ട് പോയാ ഇവിടെ കൂടെ ഞാൻ ആദ്യം ഞാൻ കോതമംഗലത്ത് ക്ലാസ്സിന് പോയപ്പോ ഈ വഴിക്കാ പോന്നെ. ഫസ്റ്റ് ഡേ പോയപ്പോ അടിമാലി പോയതാണ് ഞാൻ ഈ വഴിക്ക്. ചേട്ടാ, കോതമംഗലം പോകാൻ, ഊന്നലില് പോകാൻ. മുതലാളി പഴയ മെറിലാൻഡ് സ്കൂള് എടുത്തു. നമ്മൾ കുഞ്ഞനാമിയൊക്കെ പഠിക്കുന്ന സ്ഥാപനം. നമ്മുടെ നൃത്താഞ്ജലി പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്ഥലം ഇല്ലടാ കിച്ചു, ഈ സ്ഥലം എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്ന വഴി നല്ല നല്ല വലിയ വീടുകളാണ്. എല്ലാവരുടെ കുടുംബത്തിന്റെ വീടുകളാണ് കിച്ചു. ഇപ്പൊ നമ്മളൊരു വലിയ വീട് കണ്ടില്ലേ, അവര് തന്നെ ഇത് വീട് നോക്കും. പാലസ് ഒക്കെ പോകുമ്പോ കാണുന്ന ഒരു ഫീല്. ഒറ്റ വീടാണ് ഈ സ്ഥലം അവരുടെ, ഇതെല്ലാം അവരുടെ സ്ഥലമാണ്. പഴയ മുതലാളിയുടെ തൊടുപുഴയിലെ ഏറ്റവും വലിയ കെട്ടിടം ആദ്യം പണിത് അവരാ. ഏതാണെന്നറിയാം? ശ്രീകൃഷ്ണാമ്പലത്തിന്റെ മുമ്പില് കൊച്ചുകുടിയിൽ എന്ന് പറയുന്നത്. അവരൊക്കെ മൂന്നാറ് പോയിട്ട് വരുന്നതാണ്. ഇതാ ചെയ്ത ഞാൻ പറഞ്ഞ ചെറിയ വഴി ഇവിടെ വന്ന് കയറും. അതെയോ? ജാതിത്തോട്ടാണല്ലേ? ജാതിത്തോട്ടം. ഇവിടെയാണ് കിച്ചു സബ് ജില്ലാ കലോത്സവത്തിൽ വന്ന് കൂടിയായിരുന്നു ഐപ്പോ മെമ്മോറിയൽ സ്കൂള്. അതെ, 8ലും 10ലും ഒക്കെ 8 തൊട്ട് 10 വരെ നമ്മള് ഭയങ്കര പ്രൊഫഷണൽ മത്സരിക്കണ വ്യക്തിയായിരുന്നു.
അതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആപ്പൂപ്പ് പരിപാടികളെല്ലാം ഉള്ളതുകൊണ്ട് കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. കുളക്കര തൊട്ടുള്ളതുണ്ട് എല്ലാടാ കിട്ടി. ഹായ് എന്ന് പറയുന്നുണ്ട്. പറഞ്ഞോ. വ്യക്തിയാണ് ഹായ്. ഞാൻ ഹായൊക്കെ വച്ചു. പക്ഷേ ചേട്ടയുടെ ആദ്യത്തെ പാട്ട് അങ്ങോട്ടൊന്നും കഴിപ്പിക്കേണ്ടത്. അത് ഗൈസ് അപ്പൊ ഞാനാണെങ്കിൽ LKG പഠിക്കുകയാണ്. LKG പഠിക്കുന്ന സമയത്ത് അല്ലേ അതെ, കൊച്ചിന് പിന്നെ മലയാളം സോളോ മ്യൂസിക് അതൊക്കെ നമ്മളാണെങ്കിൽ പാട്ടെന്ന് പറഞ്ഞ സാധനം പോലും എന്നാന്ന് അറിയില്ല. അറിയത്തില്ല. അപ്പൊ നമ്മള് കേട്ട് പരിചയം കൊണ്ട് അല്ല അത് വീട്ടുകാർക്ക് അറിയത്തില്ലല്ലോ സമ്മാനം മേടിക്കാനുള്ളതാണ്. ഞങ്ങള് എഴുതി തീർന്നിട്ട് അവിടെ ചെല്ലുമ്പോ ആനിവേഴ്സറിക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് കൊച്ചിന് മലയാളം സോങ് ഫസ്റ്റ് ഏത് പാട്ടാ പാടിയേ? പാട്ടൊന്ന് പാടിക്കോണ്ടി, ഒന്ന് പാടിക്ക വെച്ചിട്ടാ. ഭയങ്കര രസമായിരുന്നു പാട്ട്. ആരംഭിക്കുന്ന മലയാള ഗാനരംഗത്ത് വലിയൊരു ഗായകനായ അഖിലെ പാടി രസിപ്പിച്ച വികസിപ്പിച്ച അല്ല അന്നാണ് നമ്മള് കൊച്ചിന്റെ കലാവാസന തിരിച്ചറിഞ്ഞെന്ന്. അന്ന് തന്നെ പിറ്റേ ദിവസം അവനെ പാട്ടിന് വിട്ടു. തന്നെ പിറ്റേ ദിവസം തന്നെ ഇത് വിട്ടില്ല. Guys, അങ്ങനെ നമ്മളിപ്പോ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ പാട്ടുകളൊക്കെ പാടുന്നു, ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. എന്താണേലും ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യുന്ന വീഡിയോസ് ആണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ഗ്രോത്ത് ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ടും കൂടി ചെയ്യണം. ഉറപ്പായിട്ടും പറഞ്ഞു വന്നപ്പോ നമ്മുടെ വീഡിയോ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോരുത്, എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ ബൈ. അല്ല പോകുന്നില്ല നല്ല വിശപ്പുണ്ട് കേട്ടോ. വിശപ്പിനാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെച്ചിരുന്നത്. കഴിച്ചില്ലല്ലോ. കഴിച്ചില്ല. ഗോതമ്പ് ദോശ പരിപ്പ് കറി അയ്യോ, ഞാനും അച്ഛനും ചേട്ടായി കഴിച്ചു. നിന്റെ പങ്ക് വീട്ടിൽ തന്നെ ഇരിക്കുക. എന്താ വന്ന് വണ്ടിയുടെ മുഖത്ത് എന്തോ ചാടി കൈസ്. വണ്ടിക്ക് അകത്തല്ലേ ഞാൻ പറയുന്നത്. ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് സ്പൈക്കേഴ്സ് എന്ന് പറഞ്ഞൊരു തുണിക്കടയുണ്ട്. മാപ്പടിക്കാൻ കോതങ്കനം വഴി എന്നും പോകുന്ന വഴിക്ക് പോകണ്ടെന്ന് അച്ചായി പോണ വഴിക്ക് നമ്മൾ പരിചയപ്പെടുത്തി. അതിന്റെ സാവിത്തിനാണ് വഴി അറിയാം. അടിമല്ലി അല്ലല്ലോ നമുക്ക് പോകണ്ടേ, കോതമംഗലല്ലേ. അപ്പൊ ഐസ് കോതമംഗലം മാപ്പിടാം. നോക്കട്ടെ. അയ്യോ രണ്ട് വീട് ഒരുപോലെയാണ്. കോതമംഗലം നമ്മുടെ ഫോണിൽ സൈൻ ചെയ്തിട്ടില്ലേ? അതറിയില്ല, മാപ്പ് നോക്ക്. അവര് വീണ്ടും ഹലോ പക്ഷെ അതില്ലായിരുന്നു, അതുകൊണ്ടാ. ഇല്ല, ആ സാധനം ഇല്ലല്ലോ. നമുക്ക് ഈ വഴിക്കാണ് കൈസ് പോകണ്ടത്. ആ ഒന്ന് മടക്കി അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. വെട്ടിക്കളയാതിരുന്നാ മതി. ആ ശരി. വലിയ വണ്ടി വന്നപ്പോ അവർക്ക് ഇറങ്ങിപ്പോ അതാണ്. ഓക്കെ, നമ്മളങ്ങനെ സഹായം ചെയ്ത് കൊടുക്കണ്ടേ? ഓക്കെ, നമുക്ക് ബാക്കി കോതമംഗലം മാത്രം നോക്കാം. ഇവിടെ ഇരുന്നോ, അവിടെ വെയില, ഇതുകൊണ്ട് അങ്ങനെ നീങ്ങാൻ പറ്റില്ല. നമ്മള് പോകുന്ന വഴി തന്നെയാണ്. കുറച്ച് നോക്കാൻ പറ്റും. കാലുവണി ഇങ്ങോട്ട് പോയിക്കോട്ടെ. വഴി ശരിയല്ലെന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഫുള്ള് കമ്പിയാട്ടോ. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാൻ പാകത്തിന്. അപ്പുറത്തുനിന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ തിരക്കി വിട്ടു. എങ്ങോട്ടാണ്? തൊടുപുഴ, പാല, കോട്ടയം. തിരിച്ച് തൊടുപുഴ പോയിട്ട് പോകണോ?
കോതമംഗലത്തിന് പോകാൻ എങ്ങോട്ടാ പോണേ? നമ്മള് എല്ലാ ദിവസവും ഇവര് കോതമംഗലം പോകുന്ന വഴി കൂടെ കോതമംഗലത്തിന് വരുന്നതാണ്. ഇപ്പൊ രണ്ടാമത്തെ ആളോടാ ചോദിക്കുന്നത്. എടാ എല്ലാ ദിവസവും ഞങ്ങൾ രാത്രിയാണ് സാധാരണ വരുന്നത്. രാത്രി വന്നു കഴിഞ്ഞാൽ ചോദിക്കാണ്ട് പോകാം. ആരും അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാവുള്ളൂ, മറ്റേ ആ സ്പെക്സ് എടുത്ത് വെക്കുക, നമ്മുടെ റൈവാന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുക. അപ്പൊ ഇരുട്ടാവും, അപ്പൊ വഴി ഇവർക്ക് മനസ്സിലാവും. നമ്മൾ ചോദിച്ചു പോകും. സാഗർ പോണത് എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ? സാഗർക്ക് പണി കിട്ടും. സാഗർ ഏലിയാസ് ജാക്കി അല്ല, അയാൾക്ക് അത് എഴുതിയാണല്ലോ സാഗർ. കള്ളുകൂടിയൻ സാഗർ. നമുക്ക് ചോദിച്ചു പോകാം. മുന്തിരിത്തോട്ടങ്ങൾക്കിടെ ഫുള്ള് ചെത്തുകല്ല്. ഇവിടെ എല്ലാം ചെത്തുകല്ലാണല്ലോ. ചോദിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ വഴി നന്നായി കിടക്കുന്ന ഒത്തിരി മാറ്റം വന്നു. നമ്മള് സാധാരണ വന്നോണ്ടിരുന്നേക്കാളും റോഡും വീടുകളും ഒക്കെ വന്നിട്ട് വേറെ മാറ്റം വന്നു. അത് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ടല്ലോ അമ്മ. അമ്മ നമ്മുടെ നിർത്താഞ്ചലി ഞാൻ എടുത്തോണ്ട് വന്നത്. ആരും മേടിച്ചു എന്നറിയില്ല. ഇതുവരെ സുഖ സമയം കിട്ടിയില്ലല്ലോ. മുടി കഴിഞ്ഞിട്ട് തൂക്കാനുള്ള മുടിയിലും മുഖത്തും തേക്കാം. അച്ഛാ മുടിയിലും മുഖത്തും തേക്കാം. അക്ഷയ് തല തേക്കണേ അത്. ബദാം ഓയില്. പക്ഷെ മുഖത്ത് ഓയിലൊക്കെ ചോദിച്ച് തൊടുപുഴ ചോദിച്ച് അല്ല കോതമംഗലം വഴി ഇവിടെ ആരും ഇല്ലല്ലോ. തൊടുപുഴയ്ക്കാം. വണ്ടി കുറയിട്ടൊന്നും ഇല്ല. ഓട്ടോ ചേട്ടന്മാരോട് ചോദിക്കാം. നോക്കോ, നമ്മള് വഴി തപ്പി നടക്കുവാണ് guys. ചേട്ടാ ഈ കോതമംഗലം പോണ വഴി ഓക്കെ ലെഫ്റ്റ് അവിടെ. ഓക്കെ താങ്ക് യു. ഇതിന്റെ അകത്ത് നമ്മള് മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു guys. ഇതിന്റെ മാപ്പിന്റെ അകത്താണ് കാണിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ചോദിക്കണോ, മാപ്പ് നോക്കി അങ്ങ് പോയാൽ മതി. മാപ്പ് ഞാൻ ശരിയാക്കിയിട്ടില്ല. എന്തേ തന്നെ അതെനിക്ക് മനസ്സിലായില്ല. മാപ്പ് എടുക്കണേ. മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, എനിക്ക് കുഴപ്പമില്ല. മാപ്പാ അമ്മ നോക്കിട്ട് തന്നെ കാര്യം. ഞാൻ നോക്കി പറഞ്ഞുതരാം. അമ്മച്ചാണ് ലെഫ്റ്റിലോട്ട് കൊണ്ട് റൈറ്റ് പറയും. അടുത്തോ ഇതാണ് ഇപ്പൊ നമ്മള് പോകേണ്ട റൈറ്റ് വേ. നല്ല ഒരു ഊണ് കിട്ടുവാണ്. ചട്ടിച്ചോറ് കഴിക്കണം. ബീഫ്, ചിക്കൻ, മുട്ട, കൂന്തല്, ചെമ്മീൻ. നോമ്പടാ വിശക്കുന്നുണ്ട്. പാലം പക്ഷെ അത് കാണാനൊരു അടിപൊളിയായിട്ടുണ്ട്. കാളിയാർപ്പുഴ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാട്ട് പാടില്ല കോപ്പിറൈറ്റ് കിട്ടും. പുള്ളിയുടെ പാട്ട് അതുപോലെ തന്നെ, ഒറിജിനൽ പാട്ട് പോലെ തന്നെ കോപ്പിറൈറ്റ് കിട്ടിയാലോ. പാട്ട് പാടല്ലേ? നല്ല ഇന്നോവ. പാട്ട് പാട്ടില് കോപ്പറേറ്റ് അടിക്കുക. അതുപോലെ ഞാൻ ഭയങ്കര കരച്ചിലായിട്ട് അമ്മാമ്മ കാര്യങ്ങൾ പറയാന്. എനിക്ക് പൊങ്കാലയിടാൻ വന്നതിന് ശേഷമാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയത് അമ്മയുടെ. ഇനി എല്ലാ വർഷവും വരണം, എനിക്ക് ഇനി ഒരു വീട് വെക്കാനുണ്ട്, അതിന് ആഗ്രഹത്തിന് വേണ്ടി വന്നതാണ്. ഇതെല്ലാം പറഞ്ഞ് അമ്മ കരഞ്ഞ് പറഞ്ഞതിന് ശേഷം അവസാനം അമ്മ സാധാരണ നോർമലായിട്ട് ഇത് TV കാണിക്കണം കേട്ടോ എന്ന് പറയും. രണ്ടു തരത്തിൽ അത് TV-ക്കാര് ചാനലുകാര് ഇങ്ങനെ ഒരാളെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് പറയിപ്പിച്ചാന്നും പറയുന്നുണ്ട്. നമ്മള് കോതമംഗലം പോകുന്ന വഴിക്ക് മറ്റേ ഇത് ഷോർട്സ് ചെയ്യാം.
ഞാൻ പറഞ്ഞല്ലോ ബ്ലൂബെറി. This is our blueberry guys. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ തിരിക്കുകയാണ് കഴിച്ചത്. ഇനി നേരെ നമ്മൾ കോതമംഗലത്തിട്ടാണ്. ഫോൺ ഓഫ് ചെയ്തിരുന്നില്ല. ഫോൺ ഇത്ര നേരം ചൂടായി കാണും. അപ്പൊ എല്ലാവരും വന്ന് നോക്കാം കേട്ടോ. നെല്ലിമറ്റെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമ്മൾ കോതമംഗലം റൂട്ട്. പോപ്പട്ട് ഐസ്ക്രീം. ഓക്കെ, ഇതാണ് ഗൈസ് കോതമംഗലം പള്ളി. മാർത്താമ ചെറിയ പള്ളിയാണത്. മാർത്തോമ ചെറിയ ചെറിയ പള്ളി. ചെറിയ പള്ളിയാണ്. ഇതാണ് വലിയ പള്ളി. ആ മേളിലോട്ട് പോകുന്ന വഴി. സിനിമ കാണാൻ പോണ കാര്യം വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ട് വന്ന വഴി കാണാലോ. അവിടെ മ്യൂസിക് ക്ലാസിന്റെ അങ്ങോട്ടേക്ക് എത്തുവാണ് ഗൈസ്. ഇപ്പോ മാർബേസിലെ ഹോസ്പിറ്റലിലേക്ക് അവിടെ എത്തിയിട്ടുള്ളൂ. ജാൻഡിനെ എടുക്കണമെന്ന് പറഞ്ഞാൽ നോക്കിയോ. നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ മഴ പെയ്യുക. അത് കോട്ടയം അത് ചെറിയ ലുലുമാള. അതിലും വേഗം നമുക്ക് എറണാകുളം തിരുവനന്തപുരം പോയാൽ ഇനിയിപ്പോ എത്തും. നാളെ തിരിച്ചു വരണ്ടേ. കഴിക്കാണ്ടിരിക്കണമെന്നറിയോ. ഇച്ചു ഇന്നലെ എണീറ്റിട്ട് പിന്നെ അത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്നാന്ന് പറഞ്ഞിട്ട് അമ്മച്ചത് എത്ര ഉണ്ടാക്കി വെച്ചൊക്കെ പഴക്കട്ടക്കട ഉണ്ടാക്കി. അച്ചായി പഴക്കുണ്ടാക്കി. ഞാൻ അമ്മയുടെ ദോശ തീർത്തു, മന്തിയുടെ റൈസും തീർത്തു. ഞാനും ദോശ കഴിച്ചായിരുന്നു. ഞാൻ ദോശ കഴിച്ചായിരുന്നു 2 എണ്ണം. ദോശ ചമ്മന്തി അല്ലായിരുന്നു. ചമ്മന്തി നല്ലായിരുന്നു. പക്ഷെ എന്നാലും വെള്ളച്ചമ്മന്തി കൂടി ഇച്ചിരി വേണമായിരുന്നു. വൈകിട്ട് ചേട്ടായി ചോറിലൂടെ അത് ഇവിടുന്ന് നല്ല പോത്തിന്റെ ഗൈസ് നമ്മുടെ മ്യൂസിക് ക്ലാസ് ബാബുരാജങ്ങളുടെ ക്ലാസ് എത്താറായിട്ടോ. ഇവിടുന്ന് ഇവന്മാര് പോവാണോ? പോവാണെങ്കിൽ നമ്മള് കായാം. മനസ്സിലായത് അവർ മ്യൂസിക് ക്ലാസ് എല്ലാരും കയറ്റി ഇവിടെ ഇട്ടോ. അവിടെ ഇട്ടാവുന്ന കുഴപ്പമില്ല. പോയി കാണാം. ആ ഇത് സാധ്യതയുണ്ട്. ഇവിടെ കണ്ടല്ലായിരുന്നു ദിവസം മറ്റു ചേട്ടന്റെ ഞങ്ങള് ഉണ്ണാൻ പോയിക്കോണെ അല്ലല്ലേ ശ്രീധരൻ. അല്ലല്ല അത് തങ്ങളെ തൊട്ടപ്പുറം. ഉണ്ടാവില്ല. ഓക്കെ പടയൊന്നും പോ വരുന്നില്ലേ. ഉണ്ണിക്കുട്ടൻ ആദ്യമാണ് നമ്മുടെ മ്യൂസിക് ക്ലാസ്സിൽ വരുന്നാലോ. ചെരുപ്പൊക്കെ വരണം. ചെരുപ്പൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത്. അങ്കിളില്ല എന്നാൽ തിരിക്കാം. ഭക്ഷണം കഴിക്കുന്ന കടകളിൽ ഇവിടെ കുറെ കടകളുണ്ട്. എങ്കിലും ഒരെണ്ണത്തിൽ കയറാം. ഇത് തിയേറ്റർ എവിടുത്തെ? അതാരുടെ തിയേറ്ററെന്ന് പറഞ്ഞിട്ടോ? ആരുടെ? നമ്മുടെ പൊന്നോക്കച്ചമ്മയുടെ അങ്ങോട്ട് കയറില്ലേ? അതാണോ കോതമംഗലം? അവിടെ കാണുന്ന വീട്ടിൽ ഇതാണ് കോതമംഗലത്തെ മെയിൻ. കോതമംഗലം ടൗൺ ജംഗ്ഷൻ ഇതാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനുള്ള കടയാണ് പോലെ. ഭക്ഷണം കഴിക്കാനൊരു നല്ല കട ഉണ്ടാവുമായിരിക്കും. അത് കുറവായിരിക്കും. നല്ല ഊണ് ഇനി അങ്ങോട്ട് പോയാൽ അത് കുറവായില്ല. അപ്പൊ ആളിന് കയറുന്ന ഹോട്ടലാണ്. ചെറുകടികൾ 10 ഊണ്, ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പം ചപ്പാത്തി. ബിരിയാണി ഇവിടുന്ന് വേണ്ട, ഇവിടുന്ന് വേണ്ട. ഇവിടുന്ന് കഴിക്കാം. പോടാ നമുക്ക് മാത്രം യെസ്. എടാ ഈ പാത്രം കാണുമ്പോൾ നിനക്ക് എന്നടാ ഓർമ്മ വരുന്നേ? ഈ പാത്രം ആ കുഞ്ഞാൻ്റെ വീട്ടിൽ ഐസ്ക്രീം തന്നോണ്ടിരുന്ന ഓർമ്മയുണ്ടോ? നല്ല ഐസ്ക്രീം. പോവാം ഗൈസ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഈ നേരെ പൂത്താൻകെട്ടിലോട്ടാട്ടോ പോകുന്നത്. എല്ലാവരും എത്തി.
ബിരിയാണി കഴിച്ചു, പക്ഷെ ഒരു സുഖം ഉണ്ടായില്ല കഴിച്ചൂടെ. ഒരു 1000 വട്ടം പറഞ്ഞാണ് മച്ചാൻ. പക്ഷെ ഞാൻ അമ്പാടി തുണിയില്ലാത്ത വീഡിയോ ചേട്ടൻ ഞാൻ നിന്റെ ഇന്നലത്തെ വീഡിയോയില് തുണിയില്ലാതെയുള്ള ഇരിക്കണേ. ഓക്കെ മേടിച്ചോണ്ട് അതെ ചേട്ടൻ. ആ ചേച്ചി എങ്ങനെ അറിയാം ചേട്ടൻ അവിടത്തെയാണ്? മേടിക്കാൻ നിർത്തി കഴിച്ച്. ഈ ഈന്തപ്പഴം എത്രയാ കേട്ടോ വില? 60. ഈന്തപ്പഴം വേണമെന്ന് പിന്നെ മേടിക്കാം. അയ്യോ ആർക്കും വേണ്ടേ? ഒരു ടേക്ക് ഇപ്പൊ എടുക്കുന്നുണ്ടോ? പിന്നെ എന്റെ കുടിച്ചോ. ഓർണ 2 ഗ്ലാസ് കിട്ടിയ വേണ്ടെന്ന് പറഞ്ഞ ആളാണേ. അമ്മയ്ക്ക് വേണ്ട കൈസ്, അതുകൊണ്ട് അമ്മ അത് കുടിക്കുന്നില്ല. കളയണ്ടേ? ആരും പറഞ്ഞു കളയാൻ? ചുമ്മാ വർത്താനമാണേ, കളയണമെന്നൊക്കെ. അത് അച്ചാടി ചോദിച്ചു നോക്കാം ഉച്ചയ്ക്ക് വേണമെന്ന്. പഴയ കാലത്ത് കെട്ടിടങ്ങളൊക്കെ പോലെ വേണോ? സോഡ സംഭാരം കള്ളല്ല. ഇച്ചിരി തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാഗരക്കുട്ടിയുടെ വീടാണ് കേട്ടോ. ഭയങ്കര വെയിലാണ് ഗൈസ്, കത്തി പോകുന്നു. പോവാം. എടുത്തോ? കുടിച്ചു കഴിഞ്ഞോ? കുടിച്ചു. താടി വന്നാ ഇവിടെ കാണാനില്ല. ഇവിടെ ഷാറൂഖ് ഖാനെ പോലെയുണ്ട്. പോയിരിക്കാൻ വേണ്ടിട്ടായിരിക്കും. വേണ്ട ഇനിയിപ്പോ പൈസ പപ്പടോടെയൊക്കെ എടുത്തേക്കാം. പപ്പടോടെ മൊത്തം കാണാത്തോണ്ട് ഞാൻ ശരിയെന്നാ. അങ്ങനെ ആ പരിപാടികളെല്ലാം അതും പോകെ. ഇനി നമ്മൾ നേരെ സാഗരക്കുട്ടിയുടെ വീട്. ചുണ്ടില് വലിഞ്ഞു കയറിയിരിക്കുന്നു. ഞങ്ങള് വ്ളോഗല്ലടാ. ആയിക്കോട്ടെ. ഓക്കെ. ഇത് കടയിൽ ഷട്ടർ കാണാത്ത ഞായറാഴ്ച അവധിയാ. കുപ്പിയില് വെള്ളമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മള് നമ്മുടെ സാഗരക്കുട്ടിയുടെ വീടിന്റെ അവിടെ വന്നേ. അല്ലല്ല, ഇത് എപ്പോഴും കൂട്ടി കിടക്കും വീടല്ലേ ഇങ്ങനെ വീട്ടിലായിട്ട് വാ. ആരാന്നോ അവിടെ. അത് ഈ ചെറുക്കം കഴിച്ചില്ല. അപ്പൊ ഇവ മഞ്ഞ വഴിയിൽ വിശുദ്ധ ഒരു കട ഇവിടെ ആൾക്ക് ഏരി വരാനും ഇരിക്കാനും ഒക്കെ. ഗൈസ് നമ്മളിവിടുന്ന് ഇറങ്ങുന്ന ഗൈസ്. സാഗര വന്നിട്ടില്ല ഗൈസ്, അവള് വന്നു.
മാർക്കട വേണ്ട 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 വരുന്നു, ചാടി ഓടി വരുന്നു ഗൈസ്. പയ്യ വന്നാ മതി. വീഴ ആ വീഡിയോ അതെന്നാണ് കുതിട്ട വണ്ടി ഏതാ? ചോക്കോ ഓടി അത് എടുക്കടി. ഇവിടെ കിടന്നുറങ്ങി എണീറ്റാ. പോണ്ടയോ? രാവിലെ 11 മണിയായിരുന്നു വന്നേ. പിന്നെ അതെ മറ്റേ ഡാം കാണാൻ പോ. നീ വരുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാം ഗൈസ്. ചെറുതായിട്ട് ഫലമുണ്ട്. നാലമ്പലത്തിൽ പോയുള്ളോ? ആദ്യം പറ്റില്ലല്ലേ? പിന്നെ ഫസ്റ്റ് മലയാളം അത് പത്രത്തിലുണ്ടായിരുന്നു, പാടായിരുന്നു. സെക്കൻഡ് അടിപൊളിയായിരുന്നു. പാടായിട്ടുള്ള വിഷയം പാടാന്ന് അതുകൊണ്ട് കുഴപ്പമില്ല. എടി പാടായിട്ടുള്ള വിഷയം ജയിപ്പിച്ചോടും. പാടായിട്ടുള്ള വിഷയം ജയിപ്പിച്ചോടും. ലോൺ കിട്ടുന്നു. ഇത് ലോങ് വീഡിയോ ആണ്, ഷോർട്സ് അല്ലത്. ബാങ്കിൽ ലോൺ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ബായ്. വണ്ടിയുടെ ബാക്കിൽ നിന്ന് മാറിക്ക, അല്ലെ അരച്ചെടുത്തോണ്ട് പോകും. എന്നാ ഞാൻ എല്ലാ ബുധനാഴ്ച വരാറുണ്ട് ആന്റി. മ്യൂസിക് ഓടിയാ? ഓ അപ്പൊ കൊറേ പിള്ളേർ ബായ്. ആര് അതാ വിഷയം. പാമ്പിനെ കാണാനാണ് നീ കണ്ണാടി നോക്കിയാ പോയായിരുന്നല്ലോ. പോയതാണോ? അപ്പോ ഗൈസ് നമ്മൾ തിരിക്കുകയാണ്. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു അടുത്ത സ്ഥലത്തേക്ക്. നമ്മൾ എവിടെയാണോ ഡെസ്റ്റിനേഷൻ? ലുലു ആണോ? അപ്പൊ അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് ലുലു മാൾ കൊച്ചി, എറണാകുളം. അത്യാവശ്യം ടൈമായി ഗൈസ്. മഴയൊക്കെ പെയ്യുന്നു തോന്നുന്നു. വെട്ടമൊക്കെ പോയി തുടങ്ങി. ഓക്കെ ഗൈസ്, നമുക്ക് മാത്രം കുറച്ച് ദാഹം. ഒരു കരിക്ക് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് കരിക്ക് കുടിച്ചേക്കാം. ഓക്കെ, ഇത് തന്നെയാട്ടോ സ്ഥലപ്പേര് ഇവിടുത്തെ? ഇരുമലപ്പടി. ചേട്ടാ കഴിക്കാൻ അങ്ങനെ ബാക്ക് ടു വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തിരിക്കുകയാണ്. ഫോൺ വന്ന് കിടന്ന് കണ്ടില്ല. കോള് വന്ന് കണ്ടില്ല. ആരെ കോള് വന്നേ? മ്യൂട്ടായിരുന്നോ? നമ്മൾ മഴയത്ത് പെട്ടു ഗൈസ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുകയായിരുന്നു. നമ്മൾ ലുലുമാൾ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര നല്ല മഴയായതുകൊണ്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവും. അത്ര നല്ല വഴിയൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് വിസിബിൾ അല്ല ഈ സൈഡിൽ. അതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പോന്നോട്ടെ പോന്നോട്ടെ. ആ സിനിമ കാണാൻ പോവാം. അപ്പൊ നമുക്ക് ഇന്ന് സിനിമ കാണാൻ കയറാം. നമുക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി കിടക്കുകയാണ്. നോക്കാം എപ്പോ പോവാൻ പറ്റും എന്നുള്ള കാര്യം.
ഒരു വക കാണാൻ പറ്റുന്നില്ല ഗൈസ്, എത്ര മഴയാണെന്ന് നോക്കി. നമുക്കതുകൊണ്ട് നമ്മുടെ യാത്രകൾ ഇവിടെ ചുരുക്കേണ്ടതായിട്ട് വന്നോ. ഞാൻ വരുമ്പോഴത്തേക്കും ചിലപ്പോ ആ പയ്യനെ അടച്ചു പോകും. ഞാൻ നാളെ ചെയ്തോളാം. നാളെ വന്നില്ലെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് തൊടുപുഴ എത്തി. നമ്മൾ ആശീർവാദില് ഓഫീസർ ഓൺ ഡ്യൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 6:30 ഷോ ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ആശീർവാദ് എത്തി. ഇവിടെ നിറയെ വണ്ടികളാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ആശ്രവാദിന്റെ താഴെ. ഇവിടെ വല്ലതൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ഥലമില്ല ഗൈസ്. നമുക്ക് ഇവിടെ അങ്ങ് ഇട്ടാലോ. ഇവിടെ വണ്ടി ഇടപെടല്ലോ. അവിടെ ഇടാമെന്നായിരുന്നു. ഇടാം. ഇല്ല, വേറെ വണ്ടി വന്നു. നീ നേരെ പിടിച്ച് കാണാൻ പറഞ്ഞു. ഏതായാലും നമുക്ക് ഇവിടെ പാർക്കിംഗ്, ഇവിടെ വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് തന്നെയാണ് നമുക്ക് ആശീർവാദിലുള്ളത് കേട്ടോ. എപ്പോൾ വന്നാലും ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അവിടെ വണ്ടി ഇടാൻ പറ്റില്ല അല്ലേ, ഇവിടെ ഇടാനും പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ തന്നെ മിക്കവാറും തിരിച്ചിറങ്ങുമ്പോൾ നല്ല മഴയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. സ്ഥലം നോക്കി. ഓക്കെ, ഏതായാലും നമുക്കൊരു ഇവിടെ തന്നെ ബേബി ഓൺ ദ ബോർഡ്. അങ്ങനെ നമ്മള് വണ്ടി പാർക്ക് ചെയ്തു. ഇറങ്ങാം. അങ്ങനെ നമ്മള് ആശീർവാദിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. 6:30 നമ്മുടെ ടൈം പറഞ്ഞിരിക്കണത്. അപ്പോഴാണ് ടൈം വെച്ചിരിക്കണത്. പക്ഷേ കറക്റ്റ് 6:30 നമ്മളിവിടെ എത്തിയിരിക്കണത്. അച്ചായും അമ്മയും അവിടെ ഇറങ്ങി. എന്താ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം നമ്മുടെ ഫോണിൻ്റെ നിന്ന്. അവര് അവിടെ കൊണ്ട് കയറിയിട്ടുണ്ടാവില്ല. അവിടെ നമ്മൾ എത്തിയിട്ട് വേണം അവർക്ക് കയറാൻ വേണ്ടിയിട്ട്. തെന്നി വീഴോ ഓടല്ലേ. ഇതെന്ത് ഓട്ടമാണ് ഗൈസ്. മൊത്തം മഴ പെയ്ത് തെന്നിക്കിടക്കാണ്. എന്നിട്ടാണ് അവൻ ഓടുന്നേട്ടാ. അപ്പൊ ആശ്വാദി നമുക്ക് കയറാൻ നേരെ. ഇന്ന് ഇത് പിടിച്ചോ. ഇതാണ് നമ്മുടെ ആശ്വാദ് കോംപ്ലക്സ്. വിസ്മയിലാണ് കഴിച്ച് നമ്മുടെ ടിക്കറ്റ്. പക്ഷെ ടിക്കറ്റ് ഏത് ലെയറാന്നറിയോ? സിനിമ തുടങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടാടാ പടം? ഉയ്യോ, നല്ല ഫ്രീ പടാ. എങ്ങനെയുണ്ടാടാ? എങ്ങനെയുണ്ടായി അമ്മ പടം? എക്സ്പീരിയൻസ് എന്നാ ഒന്നിന് തൊട്ടെന്നുള്ള ഒരു ഇതല്ലേ ആക്സിഡൻസ്. തുടർച്ച അതിനടച്ചിട്ടില്ല. വണ്ടി ഇനി ഓണാവൂടാ. ഉണ്ണി വണ്ടിയുടെ ലൈറ്റ് തെളിച്ചിട്ട് വന്നേക്കണം. നമ്മൾ തൊടുവേലുള്ള ഇനിയിപ്പോ ഈ വണ്ടി ഓണാവോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ആരാ? വീഡിയോ എടുക്കാൻ ഓർക്കണ്ടോ? ഇവനാ ഓണാക്കാം. അപ്പൊ ഇവന്റെ വലിയ അവന്റെ ഇത് വണ്ടി ഓണാകുമോന്ന് ഇപ്പൊ നോക്കാം. ഓക്കെ ഗൈസ്, വണ്ടി സ്റ്റാർട്ടാവും. ഞാൻ എന്താ പറഞ്ഞു വന്നേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ. അവൻ എന്റെ തലയിലാക്കാൻ നോക്കി. അല്ല, സിനിമ അടിപൊളിയായിരുന്നു. ബാക്കി വണ്ടി ഓണായി. ഇനിയിപ്പോ നിർത്താണ്ട് നമുക്ക് ഓടിച്ചോണ്ടിരിക്കാം. നീ കൈ പൊട്ടത്തരം കാണുന്ന, നീ ഇടക്കിടക്ക് കട്ട് ചെയ്യണ എന്തിനാ? തന്നെ ഓഫ് ആയത് ഇവിടെ സ്വിച്ചിക്ക് എടുത്ത് നോക്കിയപ്പോ അതിന്റെ ഇടയില്. അപ്പൊ നമ്മുടെ മൂവി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇപ്പൊ ഇവര് വണ്ടി റിവേഴ്സ് എടുക്കണം. നമ്മൾ മാറ്റി കൊടുക്കണോ? ഓക്കെ, നമ്മളിനി വീട്ടിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ചിലപ്പോ ഫുഡ് കഴിക്കാൻ കയറുമായിരിക്കും. ഇതെന്താ ആളുകൾ ഇങ്ങോട്ടേക്കും വരുന്നേ? അങ്ങോട്ടേക്ക് പോരണ്ടായിരുന്നു. ഈ വഴി കൂടെ കറങ്ങണ്ടായിരുന്നു. ഇവര് പോണതിന്റെ പുറകെ നമുക്ക് പോവാം. ഓക്കെ, എന്നാ വാഗണറുകാരനും ഇങ്ങോട്ടേക്ക് മാറാവുന്നതേ ഉള്ളൂ. ഇഗ്നിസ് സിറ്റി പോട്ടെ. സിറ്റിയും കൂടിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോവാം. അതുകൂടി കാണിക്കും.
അല്ലെ പിന്നെ എങ്ങനെ രണ്ടും കാണിക്കണം. പിന്നെ എന്നെയും കാണിക്കും, നീ എന്നെ കാണിക്കുന്നേ. ഞാൻ ആ ഞാൻ ലേറ്റ് വർത്താനം പറയുമ്പോ എന്നെ കാണിച്ചിട്ട് പിന്നെ അവര് അച്ഛയമ്മയും കയറുന്ന കാണിക്കുക. ഇതൊക്കെയാണ് അവിടെ ഒരു വണ്ടിക്കകത്തോട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് കേരള കാണിച്ചുതരാം. കേരള ആട്ടി കൊടുക്കാന്ന്. ഇനിയിപ്പോ കയ്യെ പിടിക്കും. ഇപ്പൊ അവര് കേരള അത്ര നേരം കയ്യെ പിടിച്ചു കഴിഞ്ഞിട്ട് ഓഫാക്കണോ? എടാ പൊട്ടാ, അച്ഛയമ്മയും കേരള ആട്ടാൻ പറയുമ്പോ ഇത് കാണിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഇവിടുന്ന് ഒന്നുകൂടി ഇറക്കിയിട്ട് കയറ്റാം. പിന്നെ അത് ഇവിടെ നിന്നാണോ കേറുന്നേ? ആശ്വാസം വരുന്നവർക്ക് അറിയാവുന്നതല്ലേ. കാണിച്ചാ മതി, തീർന്നു. ഓഫ് ചെയ്യ്, ലൈറ്റ് ഓഫ്. കലാവിനോടുകൂടി തീർന്നേ. ഞാനാണോ വെച്ചാ വീഡിയോ എടുക്കുന്നത്? ഇവൻ പൊട്ടനാണോ?